ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്നും ഒരു പുതിയ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരുപാട് പേരുടെ സംശയമാണ് റോസ്മേരി ലീവ്സ് എത്രത്തോളം നമുക്ക് ഉപയോഗപ്രദമാണ്, അത് എങ്ങനെയാണ് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ റോസ്മേരി നമുക്ക് ഈ ലീവ്സ് നമുക്ക് ഡ്രൈ ആയിട്ടും കിട്ടും, നമുക്ക് ലൈവായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് കൂടുതലും ഈ ലൈവായിട്ട് കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളം ഫലപ്രദമാണ് നമുക്ക് ഹെയർ ഗ്രോത്തിന്, ഇത് നന്നായിട്ട് ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. പക്ഷെ അത് യൂസ് ചെയ്യാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ റോസ്മേരി ലീവ്സ് നിങ്ങൾക്ക് കിട്ടിയാൽ, ലൈവായിട്ടുള്ള സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ലീവ്സിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് അറിയാലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്യണം, നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഈ ലീവ്സ് അതിലേക്ക് ഇടുക. ഇതൊരു 1 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം, കറക്റ്റ് 1 മണിക്കൂറോളം വെക്കണം. അപ്പോൾ ഇതിനകത്തുള്ള ഈ ലീവ്സിലുള്ള ആൽക്കൈൻ ഓയിൽസ് എല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങുകയും അത് നല്ലൊരു ബെനിഫിറ്റാണ് ഇതിന്. കാരണം നമുക്ക് അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴാണോ ഇത് അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ ഹെയർ ഫോൾസ് കൂടുതലുള്ള സ്ഥലത്തേക്ക് ഇത് അപ്ലൈ ചെയ്യുക. അവിടെ ജസ്റ്റ് ഒരു തമ്പ് വെച്ചിട്ടുള്ള ചെറിയ മസാജ് കൊടുക്കുക. ഒത്തിരി വലിയ മസാജ് ഒന്നും വേണ്ട, ചെറിയ മസാജ് കൊടുക്കുക. അതിനുശേഷം ഇത് കുറച്ച് കീപ്പ് ചെയ്യുക. അത് നമ്മൾ എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത്, ചില ആൾക്കാർ അത് തന്നെ വെച്ചേക്കാറുണ്ട്, ഒരു 1 ഡേക്ക് അതങ്ങനെ കീപ്പ് ചെയ്യുന്നവരുണ്ട്, അത് നല്ലതാണ്. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 1 മന്തൊക്കെ നിങ്ങളിത് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ബ്രേക്ക് കൊടുക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ആൽക്കൈൻ ഓയിൽസ് ഉള്ളത് കാരണം ഇത് എപ്പോഴും ഒരു ഓയിലി സ്റ്റിക്കി ഫീൽ ആയിരിക്കും. ഇത് നമ്മുടെ ഹെയറിലോട്ട് സ്കാൽപ്പിലോട്ടൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത് ഒരുതരം ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കാരണം. അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ ഒരു മന്ത് യൂസ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ളതുപോലെ ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം കുറച്ചൊരു ബ്രേക്ക് കൊടുക്കുക. വീണ്ടും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവാൻ നമുക്ക് അറിയാൻ പറ്റും. ആ ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു 1 മന്ത് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് അതിനൊരു റെസ്റ്റ് കൊടുക്കുക, വീണ്ടും യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരി ലീവ്സ് കൊണ്ടുള്ള ഉപയോഗം. താങ്ക് യു.